മെയിൻ ശിവൻ. ആ, പിന്നെ കൃഷ്ണൻ, ഉപദേവതകള് നരസിംഹമൂർത്തി, അയ്യപ്പൻ, ഗണപതി, ഭഗവതി, എഞ്ഞിപ്പൂര എന്ന് പറഞ്ഞ ഒരു ഉപദേവതകൾ. കാവൽക്കാരൻ. ഒരു ആമ വെള്ളത്തിൽ കിടക്കുന്നുണ്ടോ, നീന്തി വരുന്നുണ്ടോ, വലിയൊരു ആമ. ഈ ചൂടായിട്ട് ഈ വെള്ളത്തിൻ്റെ മുകളിലേക്ക് മീനുകൾ കയറി വരുന്നതാണ് കേട്ടോ. മുട്ട മീനുകളാണ്, തിലോപ്പിയം കണ്ടാന്ന് തോന്നുന്നു, ഏതോ വലിയ മീനുകൾ. വെള്ളം ചൂടായിട്ടാണ് ഇങ്ങനെ മുകളിലോട്ട് വന്ന് നിൽക്കുന്നതെന്ന് പറയുന്നത്. പിന്നെ ഫുഡും നോക്കി വരുന്നുണ്ട്. ഒരു കണ്ടു തളി ക്ഷേത്രത്തിനടുത്തുള്ളൊരു കുളമാണ്, അമ്പലക്കുളമാണിത്. ശരിക്കും മീനുകളുണ്ട്. ആ അമ്പലത്തിലേക്ക് ഇറങ്ങി വരുന്ന പടവുകളും കെട്ടുമൊക്കെ കാണാം. അടുത്ത് കാണുന്ന കുളത്തിൻ്റെ അപ്പുറത്ത് കാണുന്ന സാമൂതിരി ഹയർ സെക്കൻഡറി സ്കൂളാണ്. കോഴിക്കോട് സാമൂതിരി ഹയർ സെക്കൻഡറി സ്കൂളാണ് ആ കാണുന്നത്. ഇതിനടുത്തായി കാണുന്നതാണ് തളി ക്ഷേത്രം. ദാണ്ടെ ഈ കാണുന്ന തളി ക്ഷേത്രം. നമുക്കപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറാം. ഇവിടെ ഇരിക്കാനുള്ള, വൈകുന്നേരങ്ങളിലൊക്കെ ഒന്ന് ഇരിക്കാനുള്ള, കാറ്റുള്ളാനൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട്. ചെറിയ മഠം പോലെയുള്ള മണ്ഡപം, പവലിയനാണ്. തളി ശ്രീ മഹാഗണപതി ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രം എന്നതാണ് ആ കാണുന്നത്. ഇവിടേക്ക് ഇറങ്ങുന്ന പടിക്കെട്ടുകളാണത്. ലോക്ക് ചെയ്തിരിക്കണം, ഇതിലേക്ക് ഇറങ്ങാൻ അനുവാദമില്ല. വലിയൊരു ആൽമരം ഇവിടെ നിൽക്കുന്നു, കാറ്റത്ത് ഇളകിയാടി. തളി ദേവസ്വം ഓഫീസ് കെട്ടിടമാണ് കാണുന്നത്. തളി ദേവസ്വം വഴിപാട്. ഇതാണ് തളി മഹാക്ഷേത്രം. വഴിപാട് കൗണ്ടർ. ഇതിൻ്റെ പ്രതിഷ്ഠകൾ ഏതൊക്കെയാണ്? മെയിൻ ശിവൻ. ആ, പിന്നെ കൃഷ്ണൻ, ഉപദേവതകൾ നരസിംഹമൂർത്തി, അയ്യപ്പൻ, ഗണപതി, ഭഗവതി, പിന്നെ എഞ്ഞിപ്പൂര എന്ന് പറഞ്ഞ ഒരു ഉപദേവതകൾ, കാവൽക്കാരൻ. സർപ്പദേവങ്ങൾ എന്തെങ്കിലും? സർപ്പുണ്ട്, അതുണ്ട്. നാഗപൂജയുണ്ട്. പിന്നെ സർപ്പവലി വർഷത്തിലൊരിക്കലുണ്ടാവും. എന്നാ ഉത്സവം വരുന്നത്? എന്നാണ് വിഷു. ഏത് നാളിലാണ് വരുന്നത്? വിഷു കണികാണലാണ്. കണി കണ്ട് ഉത്സവം. അപ്പൊ മേടം 14-നാണ്. 15-നായിരുന്നു. അപ്പോഴാണ് ഉത്സവം വരുന്നത്. ശിവരാത്രിക്ക് ഒറ്റ ദിവസം ശിവരാത്രി ഉത്സവം ഉണ്ട്. ശിവരാത്രി മഹോത്സവം ഒറ്റ ദിവസത്തെ ഉറക്കം ഒഴിഞ്ഞുള്ള അന്നത്തെ ഇല്ല. അത് ഇവിടെ ഇല്ല. ഒരു 11-12 മണിയാകുമ്പോഴേക്കും പിരിയും. അല്ല, ശിവക്ഷേത്രങ്ങളിലെ പോലെ ഉറക്കമൊഴിഞ്ഞുള്ള പിന്നെ അങ്ങനെയുള്ള ഇവിടെ ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിലുണ്ട്. അവിടെ നേരം പുലർച്ചെ കഥകളിയൊന്നും നടക്കാറില്ല. ഇവിടെ കഥകളിയൊന്നും നടക്കാറില്ലല്ലോ. ഉണ്ടോ? പ്രോഗ്രാം ഉണ്ടാവും. അല്ല, കഥകളി പ്രത്യേകമായിട്ട് കഥകളി നടത്താം. അത് ഉണ്ടാവുക എന്ന് പറഞ്ഞത് ഇവിടെ രേവതി പട്ടത്താനം നമുക്ക് ചടങ്ങുണ്ട്. ആ സംഗതിക്ക് കഥകളി ഉണ്ടാവും. ഇപ്രാവശ്യം ഇവിടെ കഥകളി ഉണ്ടായിരുന്നു. ഇത് എന്തിനു ഈ ഉത്സവത്തിന് കഥകളി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം. ഏത് കഥയായിരുന്നു ആടിയത് പ്രാവശ്യത്തെ? നളചരിതാട്ടക്കഥയായിരുന്നു. നളചരിതം 4-ാം ദിവസം അത് തന്നെയായിരുന്നു. നളചരിതം 4-ാം ദിവസം ആട്ടക്കഥ തന്നെയായിരുന്നു. ഉത്സവത്തിന് 7 ദിവസത്തിനുണ്ടായിരുന്നു.
പരശുരാമ പ്രതിഷ്ഠയായ 4 തളികളിൽ ഒന്നാമത്തെ തളിക്ഷേത്രമാണ് കോഴിക്കോട് തളിക്ഷേത്രം. പരശുരാമൻ തപശക്തിയാൽ പ്രത്യക്ഷപ്പെടുത്തിയ ഉമാമഹേശ്വരന്മാരെ, ഉമാമഹേശ്വരൻ എന്ന് പറഞ്ഞാൽ ശിവനും പാർവതിയാണ് കേട്ടോ, ശക്തി പഞ്ചാക്ഷരി ധ്യാനരൂപത്തിൽ തളിക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചു എന്നാണ് ഇവിടുത്തെ ഐതിഹ്യം. ദ്വാപരയുഗത്തിൻ്റെ അവസാന ഘട്ടത്തിൽ പരശുരാമന് തൻ്റെ ദിവ്യമായ തപസ്സിൻ്റെ ഫലമായി ഉമാമഹേശ്വരന്മാർ ജ്യോതി സ്വരൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയും ആ ജ്യോതിസ് ജ്യോതിർലിംഗമായി പരിണമിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. ആ ദിവ്യ സാന്നിധ്യം ഈ പ്രദേശത്തിൻ്റെ ഭാവി ഭാഗ്യാനുകളുടെ കൽപ്പകവൃക്ഷത്തിൻ്റെ ഉത്തമ ബീജമായി കൽപ്പിച്ച് പരശുരാമൻ തന്നെ ഇവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ഈ ശിവലിംഗമാണ് ഇപ്പോഴും ഇവിടെ ആരാധിക്കപ്പെടുന്നത്. പ്രകൃതിദത്തമായ ഉപചാര പൂജകളെ കൊണ്ടും സിദ്ധന്മാരുടെ ആരാധനകൾ കൊണ്ടുള്ള പൂർണ്ണ സാന്നിധ്യത്തോടെ പരിലസിച്ച് പോകുന്നതാണ് ഈ ദൈവചൈതന്യം. ഏകദേശം 1500 വർഷങ്ങൾക്ക് മുമ്പാണ് രാജകീയ ആനുകൂല്യങ്ങളായ താന്ത്രിക ചടങ്ങുകളോട് കൂടി മഹാക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത്. ഈ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി പല ഐതിഹ്യങ്ങളുമുണ്ട്. ഇവിടുത്തെ ഗണപതിയെ പ്രതിഷ്ഠിച്ചത് നാറാണത്വ ഭ്രാന്തനാണെന്നൊരു ഐതിഹ്യം പ്രചരിക്കുന്നുണ്ട്. ജന്മിവൈര്യങ്ങളും ശാപങ്ങളും ശാപമോക്ഷങ്ങളും ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യങ്ങളുടെ ഒരു ഭാഗമായുണ്ട്. ക്ഷേത്രത്തിൻ്റെ പ്രതാപകാലത്ത് ഈ ക്ഷേത്രം 7 ദിവസം നീണ്ടുന്ന രേവതി പട്ടത്താനം എന്ന തർക്ക സദസ്സ് നടത്തിയിരുന്നു. മലയാളം തുലാമാസത്തിലായിരുന്നു ഈ മഹാമഹം ഇവിടെ നടന്നിരുന്നത്. പണ്ഡിത ശ്രേഷ്ഠന്മാർക്ക് ഈ സമയത്ത് വിരുന്നുകളും സമ്മാനങ്ങളും നൽകിയിരുന്നതായിട്ട് കാണാം. നാരായണീയത്തിൻ്റെ രചയിതാവ് മേൽപ്പത്തൂർ നാരായണം ഭട്ടതിരി ഈ ഉത്സവത്തിൻ്റെ സമ്മാനങ്ങൾക്കും ബഹുമതികൾക്കും പാത്രമായിട്ടുണ്ട്. ഇതൊക്കെയാണ് തളി ക്ഷേത്രത്തെക്കുറിച്ച് പറയാനുള്ളത്.